നമുക്ക് പണ്ട് കാലത്തെ നോമ്പുതുറ വിഭവമായിട്ടുള്ള ചക്കരപ്പാൽ ഉണ്ടാക്കാം. പണ്ട് കാലത്ത് തേങ്ങാപ്പാലും ശർക്കരയും പഴവും കൂടെ കൈകൊണ്ടൊന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് അങ്ങനെ തന്നെ കുടിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഇത് കുക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ചക്കരപ്പാൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു സോസ് പാനിലേക്ക് 3 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇത് തേങ്ങയുടെ രണ്ടാം പാലാണ്. അല്പം വെള്ളം ചേർത്തിട്ട് അടിച്ചെടുത്ത പാല്. ഞാനിവിടെ 3 കപ്പ് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കര ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി അല്പം വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ചക്കരപ്പാലിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 5 ഏലക്ക ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 പഴം നന്നായി ഉടച്ചെടുത്ത 3 പഴം ചേർത്ത് കൊടുക്കാം. 3 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 3 പഴമാണ് കണക്ക്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കാരണം നമ്മളിതിലേക്ക് അരിപ്പൊടി ചേർത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കട്ട കെട്ടും. അപ്പോൾ നമ്മളിത് കുക്കായി വരുന്നത് വരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ ചക്കരപ്പാൽ തിക്കായി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചക്കരപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കിസ്മിസും കാഷ്യൂ ഒന്ന് വറുത്തിടണം. ചൂടായ പാനിലേക്ക് അല്പം നെയ്യ് ചേർത്തിട്ട് നമുക്ക് കാഷ്യൂ കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ചക്കരപ്പാൽ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കരപ്പാൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം.